നമസ്കാരം. സഹാരി പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1857 വിപ്ലവമാണ് പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിപ്ലവം തുടങ്ങിയത്? പല ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യക്കാർ പൊതുവെ കുറേ വിഭാഗം ആളുകൾ ബ്രിട്ടീഷുകാരോടൊരു വിമുഖത വച്ച് പുലർത്തിയിരുന്നു. അതെങ്ങനെ വളരെ പെട്ടെന്നൊരു വിപ്ലവത്തിലേക്ക് നയിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ ഒരു ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കതിൻ്റെ അടുത്ത ഒരു പാർട്ട് ബാക്കിയായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ നേരെ ബാക്കിയാണ്. നമുക്ക് നോക്കാം. നോക്കുക. വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വസ്തുക്കളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട വർഷം ചോദിച്ചാൽ പറയുക അത് 1857 മെയ് 10 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഉത്തർപ്രദേശിലെ മീററ്റിനാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ മീററ്റിനടുത്തുള്ള ഗാരിസൺ ടൗണിലാണ് എന്ത് ചെയ്യുന്നത് 1857 മെയ് 10 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. ഓക്കെ, The revolt broke out on May 10, 1857 in the Garrison Tower near Meerut, Uttar Pradesh. Okay. However, the spark of the revolution is considered to be the incident. അപ്പോൾ ഈ വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു സ്പാർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നമുക്കറിയാം. നമ്മുടെ എൻഫീൽഡ് തോക്കുകളിൽ എന്താണ് അതിൻ്റെ ഗാട്രജിനകത്ത് പന്നിയുടെയും പശുവിൻ്റെയൊക്കെ കൊഴുപ്പ് ഉപയോഗിച്ച് അത് പട്ടാളക്കാരെ ചൊടിപ്പിച്ചതാണ് കാരണം. അപ്പോൾ ഇങ്ങനെ ഒരു കാരണം വളരെ പെട്ടെന്ന് ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചതിനുള്ള സ്പാർക്ക് എന്ന് പറയുന്നത് അവിടെ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. മംഗൾ പാണ്ഡെ ഓഫ് ബാരക്പൂറിലെ ഉദ്യോഗസ്ഥനായിരുന്നു മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. അദ്ദേഹം എന്തിനു ചോദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ബംഗാൾ അറ്റംപ്റ്റഡ് ടു കിൽ ബ്രിട്ടീഷ് ഓഫീസർ ജെയിംസ് ഹ്യൂസൺ. ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ജെയിംസ് ഹ്യൂസനെ കൊല്ലാൻ ശ്രമിക്കുകയും ആൻഡ് വൂണ്ടഡ് ഹെൻറി ബോഗ് ഓൺ മാർച്ച് 29, 1857. 1857 മാർച്ച് 29 മംഗൾ പാണ്ഡെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജെയിംസ് ഹ്യൂസനെ കൊല്ലാൻ ശ്രമിക്കുകയും ഹെൻറി ബോഗിനെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അതായത് മംഗൾ പാണ്ഡെ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ പുതിയ തരം തോക്കുകൾ ഉപയോഗിക്കാൻ വിസമ്മതിക്കുന്നു. അങ്ങനെ വിസമ്മതിക്കുന്ന മംഗൾ പാണ്ഡെയെ ഈ അറസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനായിട്ട് ജെയിംസ് ഹ്യൂസനും ഹെൻറി ബോഗും കൂടെ ശ്രമിക്കുന്നു. അഡ്ജൂട്ടൻ്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ് ഹെൻറി ബോഗ് കേട്ടോ. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും. അഡ്ജൂട്ടൻ്റ് ബോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം വധിച്ചിരുന്ന പദവിയാണ്, ഹെൻറി ബോഗ് വധിച്ചിരുന്ന പദവിയാണ് അഡ്ജൂട്ടൻ്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനാണ് അദ്ദേഹം വധിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മംഗൾ പാണ്ഡെ ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിക്കുകയും ഈ ഹെൻറി ബോഗിനെ കാര്യമായിട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വളരെ പെട്ടെന്ന് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത്. ഇദ്ദേഹം ഇത് ചെയ്ത വർഷം 57 തന്നെയാണ്. ഡേറ്റ് കൃത്യമായി പഠിക്കുക. മാർച്ച് 29. മാർച്ച് 29 അപ്പോൾ വിപ്ലവത്തിൻ്റെ ഒരു സ്പാർക്ക് ആദ്യമായി പടരുന്നത്. ഓക്കെ, ശേഷം മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യുകയും ഏപ്രിൽ 8 തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നു. മാർച്ച് 29 മംഗൾ പാണ്ഡെ ഈ പറയുന്ന ഒരു ആക്രമണം നടത്തുന്നു. ശേഷം ഏപ്രിൽ 8 ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത് ബാരക്പൂരിൽ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണ്. നോക്കുക. The Indian officer who helped British capture മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ച ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ് ഷെയ്ഖ് പാൽത്തു എന്ന് പറയുന്ന വ്യക്തി. ഷെയ്ഖ് പാൽത്തു മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഫീസറാണ് ഷെയ്ഖ് പാൽത്തു. ആൻഡ് ദ ഓഫീസർ ഹു റെഫ്യൂസ്ഡ് ടു ക്യാപ്ചർ ഹിം, അദ്ദേഹത്തെ പിടികൂടുന്നത് നിരസിച്ച ഉദ്യോഗസ്ഥൻ്റെ പേരാണ് സെമീന്ദാർ ഈശ്വരി പ്രസാദ്. ഈ സെമീന്ദാർ ഈശ്വരി പ്രസാദിനെയും പിന്നീട് തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്തില്ല, മംഗൾ പാണ്ഡെയെ പിടിച്ചില്ല. അദ്ദേഹത്തെ പിടികൂടുന്നത് റെഫ്യൂസ് ചെയ്തു. എന്നാൽ മറ്റൊരു ഇന്ത്യക്കാരനായിട്ട് ഉദ്യോഗസ്ഥൻ മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് പാൽത്തു എന്നും മംഗൾ പാണ്ഡെയെ പിടികൂടുന്നത് നിരസിച്ച അദ്ദേഹത്തിൻ്റെ പേര് ജമീന്ദാർ ഈശ്വരി പ്രസാദ് എന്നുമാണ്. ഇദ്ദേഹത്തെ പിന്നീട് തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് മാറ്ററി ഓഫ് ദ റിവോൾട്ട് വാസ് മംഗൾ പാണ്ഡെ. വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. എങ്കിൽ ദ ഫസ്റ്റ് ഇംഗ്ലീഷ് മാൻ ടു ബി മാറ്റിയേഡ് വാസ് കേണൽ ജോൺ ഫിന്നിസ്. ആദ്യമായിട്ട് വിപ്ലവത്തിൽ രക്തസാക്ഷിയാകുന്ന ഇംഗ്ലീഷ്മാൻ, ദ ഫസ്റ്റ് ഇംഗ്ലീഷ്മാൻ, ആദ്യത്തെ ഇംഗ്ലീഷുകാരനായ വ്യക്തിയാണ് കേണൽ ജോൺ ഫിന്നിസ്. ഓക്കെ, അപ്പോൾ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ, ആദ്യ ഇംഗ്ലീഷുകാരനായ രക്തസാക്ഷി കേണൽ ജോൺ ഫിന്നിസ് ആണ്. നോക്കുക. ആഫ്റ്റർ ദ റിവോൾട്ട് ബിഗാൻ ആൻഡ് ദ റെവല്യൂഷണറീസ് ക്യാപ്ചർഡ് ഡൽഹി, ദേ enthroned ബഹദൂർ ഷാ സെക്കൻഡ് ആസ് ദ ടെമ്പററി എംപറർ. നമ്മൾ പഠിച്ചത് തന്നെയാണ്. അങ്ങനെ ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട ശേഷം എന്ത് ചെയ്യുന്നു, ഈ റെവല്യൂഷണറീസ് വിപ്ലവകാരികൾ ക്യാപ്ചർ ഡൽഹി, അവർ ആദ്യം ചെയ്ത കാര്യം ഡൽഹി പിടിച്ചെടുക്കുകയാണ്. ഡൽഹി പിടിച്ചെടുത്ത ശേഷം
ബഹദൂർ ഷാ സെക്കൻഡിനെ അവിടുത്തെ ടെമ്പററി രാജാവായിട്ട് കിരീടം ധാരണം നടത്തുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ താൽക്കാലിക ഭരണാധികാരി അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ട് നമ്മുടെ ബഹദൂർ ഷാ സെക്കൻഡിനെ കിരീടാരോഹണം ചെയ്യപ്പെടുകയാണ് റവല്യൂഷണറീസ് വിപ്ലവകാരികൾ ചെയ്യുന്നത്. ഓക്കെ, നോക്കുക. ബഹദൂർ ഷാ സെക്കൻഡ് ടുക്ക് ഓവർ ദ അതോറിറ്റി ആൻഡ് കാൾഡ് എ ഫൈറ്റ് എഗനിസ്റ്റ് ബ്രിട്ടീഷ്. ബഹദൂർ ഷാ സെക്കൻഡ് ഈ അധികാരം ഏറ്റെടുക്കുകയും അവരെ പിടിച്ച് രാജാവാക്കിയപ്പോൾ ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞ് അധികാരം ഏറ്റെടുക്കുകയും ആൻഡ് കാൾഡ് ഫോർ ദ ഫൈറ്റ് അഗനിസ്റ്റ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് അസംഗർ പ്രൊക്ലമേഷൻ. അസിംഗഡ് പ്രഖ്യാപനം അല്ലെങ്കിൽ അസിംഗഡ് പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് ഈ ബഹദൂർ ഷാ സെക്കൻഡ് നടത്തിയ ഒരു പ്രൊക്ലമേഷനാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, എല്ലാവരോടും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ടൊരു പ്രൊക്ലമേഷൻ നടത്തുന്നു. അതിനെയാണ് നമ്മൾ അസിംഗാർ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ അസിംഗട്ട് പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. അസിംഗട്ട് പ്രഖ്യാപനം എന്ന് പറയുന്നത് നടത്തിയ വ്യക്തി ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അസിംഗട്ട് പ്രൊക്ലമേഷൻ. ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് 1857 റിവോൾട്ട്. ഈ വിപ്ലവം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയുടെ പേര് ലോർഡ് കാനിങ് എന്നാണ്. നല്ലൊരു ചോദ്യമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ലോർഡ് കാനിങ് ആണ്. ഓക്കെ, നോക്കുക. ദ മുഗൾ കിങ്, ആ സമയത്തെ മുഗൾ കിങ് നമ്മൾ പഠിച്ചു ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ദ ക്യൂൺ ഓഫ് ബ്രിട്ടൻ, ബ്രിട്ടനിലെ രാജ്ഞിയുടെ പേര് ക്യൂൺ വിക്ടോറിയ രാജ്ഞിയായിരുന്നു. ബ്രിട്ടൻ്റെ രാജ്ഞി എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്ററിൻ്റെ പേര് പാൽമേഴ്സൺ പ്രഭു. ഓക്കെ, ക്ലിയർ ആണേ. 1857 വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ലോർഡ് കാനിങ് പ്രഭുവാണ്. മുഗൾ രാജാവ് ബഹദൂർ ഷാ രണ്ടാമൻ നമ്മൾ പഠിച്ചതാണ്. ബ്രിട്ടനിലെ രാജ്ഞിയുടെ പേര് ക്യൂൺ വിക്ടോറിയ. ക്യൂൺ വിക്ടോറിയ ആയിരുന്നു ബ്രിട്ടനിലെ രാജ്ഞി എന്ന് പറയുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൽമേഴ്സൺ പ്രഭു. ഓക്കെയാണ്. അപ്പോൾ മുഗൾ കിങ് ആരാണെന്നറിയാം, ബ്രിട്ടനിലെ ക്യൂൺ ആരാണെന്നറിയാം, പ്രൈം മിനിസ്റ്റർ ആരാണെന്നറിയാം. ഓക്കെ, ക്ലിയർ ആണ്. 4 പേരുകൾ പഠിച്ചു. ലോർഡ് കാനിങ്, ബഹദൂർ ഷാ സെക്കൻഡ്, ക്യൂൺ വിക്ടോറിയ, പാൽമേഴ്സൺ പ്രഭു. ക്ലിയർ ആണ്. നോക്കുക. ഈ വിപ്ലവം നയിച്ച ചില പ്രമുഖ നേതാക്കന്മാരെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രോമിനന്റ് ലീഡേഴ്സ്, 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രമുഖ നേതാക്കന്മാരെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത് റാണി ഓഫ് ഝാൻസി അല്ലെങ്കിൽ ഝാൻസി റാണി, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ പേര് ലക്ഷ്മി ഭായി എന്നാണ്. ഝാൻസി റാണി ലക്ഷ്മി ഭായി എന്നറിയപ്പെടുന്ന ഒരു വനിത. 1857 വിപ്ലവത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു പേരാണ് ഝാൻസി റാണി ലക്ഷ്മി ഭായി എന്ന് പറയുന്നത്. ഇവർ ജനിച്ചത് 1828 നവംബർ 19 നമ്മുടെ റാണി ലക്ഷ്മി ഭായി ജനിക്കുന്നത്. ജനിച്ച സ്ഥലം വാരണസിയിലാണ്. അപ്പോൾ ഝാൻസി റാണി ജനിച്ചത് 1828 നവംബർ 19. ഡേറ്റ് ഓഫ് ബർത്ത് പഠിച്ചു വയ്ക്കുക. കാര്യം ചിലപ്പോൾ ഝാൻസി റാണിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്, തെറ്റായ പ്രസ്താവനകൾ ഏതെന്നൊക്കെ പറഞ്ഞിട്ട് ജനിച്ച വർഷമൊക്കെ തരാം. ഓക്കെ, നവംബർ 19 വാരണസിയിലാണ് ജനിക്കുന്നത്. വാരണസിയിൽ ഡോട്ടർ ഓഫ് മൊറോപ്പന്ത് താംബെ ആൻഡ് ഭഗീരഥി സാപ്തെ. ഇവരുടെ അമ്മയുടെ പേര് ഭഗീരഥി സാപ്തെ എന്നും അച്ഛൻ്റെ പേര് മൊറോപ്പന്ത് താംബെ എന്നുമാണ്. അപ്പോൾ മൊറോപ്പന്ത് താംബയുടെയും ഭഗീരഥി സാപ്തയുടെയും മകളായിട്ടാണ് ആര് ജനിക്കുന്നത്? റാണി ലക്ഷ്മി ഭായ് ജനിക്കുന്നത്. പോയിന്റുകൾ ക്ലിയർ ആണേ? 1828 മെയ് 19. അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. ഇവരുടെ ചൈൽഡ്ഹുഡ് നിയമമാണ് മനുഭായി. കുട്ടിക്കാലത്ത് മനുഭായി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ലീഡറാണ് നമ്മുടെ ലക്ഷ്മി ഭായ് അല്ലെങ്കിൽ ഝാൻസി റാണി ലക്ഷ്മി ഭായ് എന്ന് പറയുന്നത്. മനുഭായി എന്നാണ് കുട്ടിക്കാല നാമം. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ചോദ്യം നോക്കുക. യഥാർത്ഥ പേര് ലക്ഷ്മി ഭായിയുടെ, റാണി ഓഫ് ഝാൻസി എന്ന് വിളിക്കുന്നത് അവർ ഝാൻസിയുടെ ഭരണാധികാരി ആയതുകൊണ്ടാണ്. അവരുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മണികർണിക ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമമാണ് മണികർണിക. ചൈൽഡ്ഹുഡ് നാമം മനുഭായി എന്നാണ്. കുട്ടിക്കാലത്ത് മനുഭായി എന്നറിയപ്പെട്ടിരുന്നു. യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. അതർ നെയിംസ്, ഇവരറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ചബേലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു, മന്ത്രാഭായി എന്ന പേരറിയപ്പെട്ടിരുന്നു, ലക്ഷ്മി ഭായി എന്നീ പേരുകളിലും നമ്മുടെ ഝാൻസി റാണി അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ചബേലി എന്ന പേരിലും മന്ത്രാഭായി എന്ന പേരിലും ലക്ഷ്മി ഭായി എന്ന പേരിലും ഒക്കെ അറിയപ്പെട്ടിരുന്ന നേതാവാണ് നമ്മുടെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നത്. ക്ലിയർ ആണേ? 1828 മെയ് 19 മൊറോപ്പന്ത് താംബയുടെയും ഭഗീരഥി സാപ്തയുടെയും മകളായിട്ട് വാരണസിയിൽ ജനിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഝാൻസി റാണി ലക്ഷ്മി ഭായി. കുട്ടിക്കാലത്ത് മനുഭായി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന
ഇവരുടെ യഥാർത്ഥ നാമം മണികർണിക എന്നാണ്. മണികർണിക എന്ന നാമത്തെ കൂടാതെ ചബേലി, മന്ത്രാഭായി, ലക്ഷ്മിഭായി തുടങ്ങിയ പേരുകളിലും നമ്മുടെ ഝാൻസി റാണി അറിയപ്പെട്ടിട്ടുണ്ട്. നോക്കുക, ഹി ഈസ് ഫേമസ്ലി റെഫേർഡ് ആസ് ഇന്ത്യാസ് ജോവാൻ ഓഫ് ആർക്ക്. ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഝാൻസി റാണി. ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഝാൻസി റാണി എന്നുകൂടി ഓർത്ത് വെച്ചിരിക്കുക. ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് ഝാൻസി റാണിയാണ്. നോക്കുക, ഇവരുടെ കുതിരകളുടെ പേരാണ് സാരംഗി, പവൻ, ബാദൽ. സാരംഗി, പവൻ, ബാദൽ. കുതിരകളുടെ പേര് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, എത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട. സാരംഗി, പവൻ, ബാദൽ. നോക്കുക, ഇതിനകത്ത് ദ ഹോഴ്സ് ദാറ്റ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിവോൾട്ട്. ബാദൽ എന്ന് പറയുന്ന കുതിരയാണ് റാണി ഈ 1887 വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന കുതിരയാണ് ബാദൽ. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുതിരകളാണ് സാരംഗി, പവൻ, ബാദൽ. ഇതിനകത്ത് വിപ്ലവത്തിൽ പോരാടിയ സമയത്ത് ഝാൻസി റാണി ഉപയോഗിച്ച കുതിരയുടെ പേരാണ് ബാദൽ. ബാദൽ എന്ന് പറയുന്ന കുതിര. ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് വാസ് ദ ബ്രിട്ടീഷ് പോളിസി ദാറ്റ് ലേഡ് ടു ദ റാണി ഓഫ് ഝാൻസി ലൂസിങ് ദ അതോറിറ്റി. അപ്പോൾ ഈ ഝാൻസി റാണിക്ക് അവരുടെ അധികാരം നഷ്ടപ്പെടാൻ കാരണമായ നിയമമാണ് ഈ ദത്തവകാശ നിരോധന നിയമം. 1853 ഝാൻസി എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. ഇതിനെതിരെയാണ് ഝാൻസി റാണി എന്ത് ചെയ്യുന്നത്, പോരാടുന്നത്. അപ്പോൾ ഈ ദത്തവകാശ നിരോധനം മൂലം ഝാൻസി റാണിക്ക് എന്ത് നഷ്ടപ്പെട്ടു പോകുന്നു, അവരുടെ രാജ്യത്തിൻ്റെ ആ ഒരു അധികാരം നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെതിരെയാണ് ഝാൻസി റാണി എന്ത് ചെയ്യുന്നത്, പോരാടുന്നത്. ദ ഇംഗ്ലീഷ് മാൻ ഹു ഡിഫീറ്റഡ് ദ റാണി ഓഫ് ഝാൻസി ആൻഡ് ക്യാപ്ചർ ഝാൻസി വാസ് ഹ്യൂഗ്രോസ്. ഝാൻസി റാണിയെ പരാജയപ്പെടുത്തുകയും ഝാൻസി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഹ്യൂഗ്രോസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ. ഹ്യൂഗ്രോസ്. ഓക്കെ, അപ്പോൾ ഹ്യൂഗ്രോസ് ആണ് എന്ത് ചെയ്യുന്നത്, ഝാൻസി റാണിയെ പരാജയപ്പെടുത്തുകയും ഝാൻസി പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് ഹ്യൂഗ്രോസ് ആണ്. ദ റാണി ഓഫ് ഝാൻസി വാസ് കിൽഡ് ഓൺ ജൂൺ 1858. 1858 ജൂൺ 18 അവർ എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നു. അറ്റ് കൊതക്കി സിറായി നിയർ ഗോളിയാർ. ഗോളിയാറിനടുത്തുള്ള കൊത്താക് കി സിറായി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. അപ്പോൾ ഝാൻസി റാണി കൊല്ലപ്പെടുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1858. മംഗൽ പാണ്ഡെ 57, ഝാൻസി റാണി 58. ഡേറ്റ് കൃത്യമായി പഠിക്കുക. ജൂൺ 18, 1858 ജൂൺ 18 ഝാൻസി റാണി കൊല്ലപ്പെടുന്നത്. സ്ഥലം ഗോളിയാറിലാണ്. കൊത്താക് കി സെറായി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവർ മരണപ്പെടുന്നത്. ഓക്കെ, അവരെ പരാജയപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെ പേര് ഹ്യൂഗ്രോസ്. ഓക്കെ, ക്ലിയർ ആണ്. ഹി ഈസ് ഇന്റഡ് നിയർ ഗോളിയാർ അറ്റ് പൂൽഭാഗ്. ഗോളിയാറിനടുത്തുള്ള പൂൽബാഗിൽ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, സംസ്കരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നോക്കുക. ഹ്യൂഗ്രോസ് ഡിസ്ക്രൈബ്ഡ് ഹെർ ആസ് ദ മോസ്റ്റ് വാലിയൻ്റ് ആൻഡ് ബെസ്റ്റ് ലീഡർ എമംഗ് ദ റെവല്യൂഷണറീസ്. അപ്പോൾ ഈ പരാജയപ്പെടുത്തിയ ഹ്യൂഗ്രോസ് തന്നെ ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാണ് ദ മോസ്റ്റ് വാലിയൻ്റ് ആൻഡ് ബെസ്റ്റ് ലീഡർ എമംഗ് ദ റെവല്യൂഷണറീസ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഹ്യൂഗ്രോസ്. അപ്പോൾ പരാജയപ്പെടുത്തിയ ഹ്യൂഗ്രോസ് തന്നെ അവരെപ്പറ്റി വിശേഷിപ്പിക്കുന്നത് ദ മോസ്റ്റ് വാലിയൻ്റ് ആൻഡ് ബെസ്റ്റ് ലീഡർ എമംഗ് ദ റെവല്യൂഷണറീസ്. വിപ്ലവകാരികളുടെ ധീരയായ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. കൂടാതെ ദ ഒൺലി മാൻ എമംഗ് ദ റിബൽസ്, കലാപകാരികളിലുണ്ടായിരുന്ന ഒരേ ഒരു പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്, ഹ്യൂഗ്രോസ്. ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാണ് ദ ഒൺലി മാൻ എമംഗ് ദ റിബൽസ്, കലാപകാരികളിലുണ്ടായിരുന്ന ഒരേ ഒരു പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചതും ഝാൻസി റാണി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ഡിസ്ക്രൈബ് ചെയ്തത് ദ ബ്രൈറ്റ് പോയിന്റ് ഇൻ എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാർന്ന ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ദ ബ്രൈറ്റ് പോയിന്റ് ഇൻ എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ഒരു ബ്രൈറ്റ് പോയിന്റ്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ച പോയിന്റുകൾ അറിയാമേ, 2 പോയിന്റുകൾ അറിയാലോ. ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു. നോക്കുക. സുഭദ്ര കുമാരി ചൗഹാൻ റോട്ട് ഷീ ഫോത്ത് ലൈക്ക് എ മാൻ, ഷീ വാസ് ദ റാണി ഓഫ് ഝാൻസി. അവൾ ഒരു പുരുഷനെ പോലെ പോരാടി, അവളാണ് ഝാൻസിയുടെ റാണി എന്ന് എഴുതിയ വ്യക്തിയാണ്
സുഭദ്ര കുമാരി ചൗഹാൻ അവരുടെ കവിതയിലാണ് ഇത് എഴുതുന്നത്. അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഷീ ഫൈറ്റ് ലൈക്ക് എ മാൻ, ഷീ വാസ് ദ റാണി ഓഫ് ഝാൻസി. അവൾ ഒരു പുരുഷനെ പോലെ പോരാടി, അവൾ ഝാൻസിയുടെ റാണിയാണ് എന്ന് എഴുതിയ വ്യക്തിയാണ് സുഭദ്ര കുമാരി ചൗഹാൻ. സുഭദ്ര കുമാരി ചൗഹാൻ. നോക്കുക, The Rani of Jhansi made her followers swear, we will not surrender our Azadi Shahi by our own hand. നമ്മളുടെ സ്വന്തം കൈകൾ കൊണ്ട് നമ്മളുടെ ആസാദി ഷാഹി വിട്ട് കൊടുക്കില്ല എന്ന് ഝാൻസി റാണി അവരുടെ ഫോളോവേഴ്സിന് സത്യം ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ഝാൻസി റാണി അവരുടെ അനുയായികളോട് പറഞ്ഞു, വി വിൽ നോട്ട് സറണ്ടർ അവർ ആസാദി ഷാഹി. ആസാദി ഷാഹി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് റൂൾ, സ്വയം ഭരണം, നമ്മുടെ അധികാരം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ കൈകൾ കൊണ്ട് വേറെ ആർക്കും കൊടുക്കില്ല എന്ന് അവരവരുടെ അനുയായികളോട് സത്യം ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെയാണേ, ക്ലിയർ ആണേ. നോക്കുക, ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗോളിയാറാണ്. ലക്ഷ്മിബായിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇവരുടെ പേരിലുള്ള ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയാറിലാണ്. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയാറിലാണ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. ക്ലിയർ ആയാടെ? ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗോളിയാറ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗോളിയാറിലും കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തുമാണ്. എങ്കിൽ ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആൻഡമാനിലാണ്. ആൻഡമാൻ. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്ത സ്ഥലം ആൻഡമാനാണ്. ആൻഡമാൻ. ഓക്കെ. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗോളിയാറ്, നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരം, ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാനിലാണ്. ആൻഡമാൻ. ഓക്കെ. നോക്കുക, ഝാൻസി റാണിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട രചനകളും അത് എഴുതിയ ആളുകളുടെയും പേരാണ് തന്നിരിക്കുന്നത്. ഇതും കൂടി നമുക്ക് പഠിക്കണം. ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതിയ വ്യക്തിയുടെ പേരാണ് മഹാശ്വേതാ ദേവി. ഝാൻസി റാണിയെ പറ്റി ക്യൂൻ ഓഫ് ഝാൻസി എന്ന പേരിൽ ബുക്ക് എഴുതിയ വ്യക്തിയുടെ പേരാണ് മഹാശ്വേതാ ദേവി. മഹാശ്വേതാ ദേവി ക്യൂൻ ഓഫ് ഝാൻസി എന്ന ഒരു ബുക്ക് എഴുതി. റാണി എന്ന നോവൽ എഴുതിയ വ്യക്തിയുടെ പേരാണ് ജയശ്രീ മിശ്ര. ജയശ്രീ മിശ്ര. റാണി എന്ന പേരിൽ ഒരു നോവൽ എഴുതിയ വ്യക്തിയാണ് ജയശ്രീ മിശ്ര. സീത എന്ന പേരിൽ റാണിയെ പറ്റി, റാണി ലക്ഷ്മിബായി പറ്റി നോവൽ എഴുതിയ വ്യക്തിയാണ് ഫിലിപ്പ് മെഡോ ടൈലർ. ഫിലിപ്സ് മെഡോ ടൈലറാണ് സീത എന്ന പേരിൽ ഒരു നോവല് ഝാൻസി റാണിയെ പറ്റിയിട്ട് എഴുതുന്നത്. ഓക്കെ. ഝാൻസി കി റാണി എന്ന പോയം എഴുതിയ വ്യക്തിയുടെ പേരാണ് നമ്മൾ നേരത്തെ പഠിച്ചത് സുഭദ്ര കുമാരി ചൗഹാൻ. സുഭദ്ര കുമാരി ചൗഹാൻ. അപ്പോൾ ഝാൻസി റാണി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രചനകൾ ഒരിക്കൽ കൂടി പറയുന്നു. ക്യൂൺ ഓഫ് ഝാൻസി നിങ്ങൾ പറഞ്ഞേ, ആരാ എഴുതിയേ? ധൈര്യമായിട്ട് പറഞ്ഞേ. എസ്, മഹാശ്വേതാ ദേവി. റാണി എന്ന നോവൽ എഴുതിയ വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞേ. അതെ, ജയശ്രീ മിശ്രയാണ്. എങ്കിൽ സീത എന്ന പേരിൽ ഝാൻസി റാണിയെ പറ്റി നോവൽ എഴുതിയ വ്യക്തിയുടെ പേര് ഫിലിപ്പ് മെഡോസ് ടൈലർ ആണ്. ഝാൻസി കി റാണി എന്ന പോയം എഴുതിയ വ്യക്തി ആരാടെ? എസ്, സുഭദ്ര കുമാരി ചൗഹാൻ. ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഝാൻസി റാണിയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു നാനാ സാഹിബ്. നോക്കുക, നാനാ സാഹിബ്. നാനാ സാഹിബ് ആരാണെന്ന് ചോദിച്ചാൽ അഡോപ്റ്റഡ് സൺ ഓഫ് മറാത്ത പേഷ്വ ബാജിറാവു സെക്കൻഡ്. മറാത്തയിലെ പേഷ്വ ആയിരുന്ന ബാജിറാവു സെക്കൻഡിൻ്റെ അഡോപ്റ്റഡ് സൺ, ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇയാൾ വിപ്ലവത്തിലേക്ക് വന്നതെന്നുള്ളൊരു ഏകദേശ ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ദത്തുപുത്രനാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ദോന്തു പണ്ടെന്നാണ്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലക്ഷ്മിബായിയുടെ പേരും യഥാർത്ഥ പേരും വീട്ടിൽ വിളിക്കുന്ന പേരും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് എന്തെന്ന് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ദോന്തു പന്ത് എന്നാണ് അതിൻ്റെ ഉത്തരം. ദോന്തു പന്ത്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേരാണ് ദോന്തു പന്ത്. ഓക്കെ. ഫൈറ്റ് എഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് സെൻറ്റേഡ് ഇൻ കാൺപൂർ. ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സ്ഥലത്തിൻ്റെ പേര് ചോദിക്കുക. അത് പറയേണ്ടത് കാൺപൂരിലാണ്. കാൺപൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവം നയിച്ച വ്യക്തിയുടെ പേരാണ് നാനാ സാഹിബ്. യഥാർത്ഥ പേര് ദോന്തു പന്ത് എന്നാണ്. ആഫ്റ്റർ ഹിസ് റൈറ്റ് പ്രിവിലേജ് ആൻഡ് പെൻഷൻ വെയർ ഡിനൈഡ് ബിക്കോസ് ഹി വാസ് ആൻ അഡോപ്റ്റഡ് സൺ. ഇദ്ദേഹം ഒരു അഡോപ്റ്റഡ് സൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. ബാജിറാവു സെക്കൻഡിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. അപ്പോൾ ദത്തുപുത്രനായി എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ, അതുപോലെ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രിവിലേജ്, അദ്ദേഹത്തിൻ്റെ പെൻഷൻ, ഇതൊക്കെ ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയതാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് നയിച്ച ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഓക്കെയാണേ?
ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ബ്രെയിൻ ഓഫ് 1857 റിവോൾട്ട്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിളിക്കുന്നത് നാനാ സാഹിബിനെയാണ്. ഓക്കെ, ബ്രെയിൻ ഓഫ് 1857 റിവോൾട്ട്, 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിളിക്കുന്നത് നാനാ സാഹിബിനെയാണ്. ആൻഡ് തേർഡ് നെപ്പോളിയൻ, മൂന്നാം നെപ്പോളിയൻ എന്നും നാനാ സാഹിബിനെ വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞേ ദോന്ദു പന്ത് എന്നാണ്. ഇദ്ദേഹം വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് കാൺപൂരിലാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രമെന്നും മൂന്നാം നെപ്പോളിയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ബാജിറാവു സെക്കൻഡിൻ്റെ ദത്തുപുത്രനാണ്. വിപ്ലവത്തിലേക്ക് ഇദ്ദേഹം ഇറങ്ങുന്നതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം. എന്താണ്, ദത്തുപുത്രനായതുകൊണ്ട് ഇദ്ദേഹത്തിന് കിട്ടേണ്ട അവകാശങ്ങളും പ്രിവിലേജും പെൻഷനും ഒക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, നിർത്തലാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണ്. നോക്കുക, ബാക്കി നോക്കുക. ഹി വാസ് ദ ഇന്ത്യൻ റെവല്യൂഷണറി ഹൂ സോ ദ ഹെൽപ്പ് ഓഫ് ഫ്രാൻസ് എംപറർ നെപ്പോളിയൻ തേർഡ്. നെപ്പോളിയൻ മൂന്നാമൻ്റെ സഹായം തേടി ഇദ്ദേഹം പോയി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ തേർഡ് നെപ്പോളിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, തേർഡ് നെപ്പോളിയൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഈ വിപ്ലവത്തിൽ നമ്മുടെ നെപ്പോളിയൻ മൂന്നാമൻ്റെ സഹായം തേടി പോയ വിപ്ലവകാരിയാണ് ആര്, നമ്മുടെ നാനാ സാഹിബ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ബിബിർഘട്ട് മസാക്കർ ആൻഡ് സതി ചൗര ഘട്ട് മസാക്കർ. രണ്ട് കൂട്ടക്കൊലകളാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കൂട്ടക്കൊലകളാണ് ബിബിർഘട്ട് മസാക്കറും ആൻഡ് സതി ചൗരാഘട്ട് മസാക്കർ. ഇത് രണ്ടും നടക്കുന്നത് 1857 വിപ്ലവത്തിലാണ്. ഓക്കെ, ഇവർ നമ്മുടെ നാനാ സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ട് കൂട്ടക്കൊലകളാണ്. ബ്രിട്ടീഷുകാരുടെയും അവരുടെ കുടുംബത്തെ ഉൾപ്പെടെയും കൊല്ലുകളയുന്നൊരു സംഭവമാണ് ബിബിർഘട്ട് മസാക്കർ എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് ഡീറ്റെയിലായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് നാനാ സാഹിബുമായിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഫൈറ്റ് സെൻറ്റേഡ് ഇൻ കാൺപൂർ ബട്ട് ഫെൽഡ് ടു നേപ്പാൾ ആഫ്റ്റർ ദ ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട്. അപ്പോൾ കാൺപൂരിൽ ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയെങ്കിലും വിജയിച്ചില്ല. അങ്ങനെ വിജയിക്കാതെ തോറ്റ ഇദ്ദേഹത്തെ നേപ്പാളിലേക്ക് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, നേപ്പാളിലേക്ക് നാട് കടത്തുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമുക്ക് നാനാ സാഹിബുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇദ്ദേഹം നെപ്പോളിയൻ മൂന്നാമൻ്റെ സഹായം തേടി പോകുന്നു. ബിബിർഘട്ട് മസാക്കറും സതി ചൗരാഘട്ട് മസാക്കറും ഒക്കെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, നോക്കുക, അടുത്ത വിപ്ലവകാരി താന്തിയ തോപ്പി. താന്തിയ തോപ്പി 1887 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ്. ഇദ്ദേഹം ജനിച്ചത് മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള യോള എന്ന് പറയുന്ന സ്ഥലത്താണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ യോള എന്ന് പറയുന്ന പ്രദേശത്താണ് ഇദ്ദേഹം ജനിച്ചത് എന്നറിഞ്ഞിരിക്കുക. നോക്കുക, എ റെവല്യൂഷണറി ഹു ഫൈറ്റ് അലോങ് സൈഡ് നാനാ സാഹിബ് സെൻറ്റഡ് ഇൻ കാൺപൂർ ആൻഡ് അലോങ് സൈഡ് റാണി ഓഫ് ഝാൻസി സെൻറ്റഡ് ഇൻ ഗൗളിയാർ. അപ്പോൾ ഇദ്ദേഹം കാൺപൂരിൽ നാനാ സാഹിബിനോടൊപ്പവും ഗോളിയാറിൽ ഝാൻസിയോടൊപ്പം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം കാൺപൂരിലും ഗോളിയാറിലും എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. കാൺപൂരിൽ ഇദ്ദേഹം പോരാടിയത് നാനാ സാഹിബിനോടൊപ്പവും ഗോളിയാറിൽ ഝാൻസി റാണിയോടൊപ്പവും ആര് പങ്കെടുത്തു, നമ്മുടെ താന്തിയ തോപ്പി വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. നമ്മുടെ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. നമ്മുടെ നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് നമ്മൾ പഠിച്ചു, ദോന്ദു പന്താണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നറിയപ്പെടുന്നത് താന്തിയ തോപ്പിയാണ്. ദ റവല്യൂഷണറി ഹു അഡോപ്റ്റഡ് ഗൊറില്ല വാർഫെയർ ഡ്യൂറിങ് 1857 റിവോൾട്ട്. 1857 വിപ്ലവത്തിൽ ഗൊറില്ല വാർഫെയർ ഉപയോഗിച്ച വ്യക്തി, അല്ലെങ്കിൽ ഗൊറില്ല യുദ്ധമുറ എന്ന് പറയുന്ന ഒരു യുദ്ധമുറ നടപ്പിലാക്കിയ വ്യക്തിയാണ് താന്തിയ തോപ്പി. ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു പോരാട്ട രീതിയാണ് ഗൊറില്ല വാർഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ കാര്യങ്ങളാണ്, വലിയ പോയിന്റുകളൊന്നുമില്ല. നോക്കുക, ഹി വാസ് ബിട്രൈഡഡ് ബൈ ഹിസ് ക്ലോസ് ഫ്രണ്ട് മാൻസിംഗ്, ക്യാപ്ചർഡ് ബൈ ഇംഗ്ലീഷ് ആർമി അണ്ടർ റിച്ചാർഡ് ജോൺ മെയ്ഡ് ആൻഡ് ഹാങ്ഡ് ഓൺ April 1859. അപ്പോൾ നമ്മുടെ താന്തിയ തോപ്പിയെ 1859 April 18 തൂക്കിക്കൊല്ലുന്നു. 1859 April 18 തൂക്കിക്കൊല്ലുന്നു. ഇദ്ദേഹത്തെ പിടികൂടിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് റിച്ചാർഡ് ജോൺ മെയ്ഡ്. റിച്ചാർഡ് ജോൺ മെയ്ഡിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്, ഞാനത് പറഞ്ഞുതരാം. സംഭവമൊന്നുമില്ല. ഇറ്റ് ഈസ് ആൾസോ സെഡ് ദാറ്റ് കോളിൻ ക്യാമ്പൽ ഡിഫെക്റ്റഡ് താന്തിയ തോപ്പി. താന്തിയ തോപ്പി പരാജയപ്പെടുത്തിയ വ്യക്തി കോളിൻ ക്യാമ്പൽ എന്നാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താന്തിയ തോപ്പിയെ ഡിഫീറ്റ് ചെയ്ത ബ്രിട്ടീഷിൻ്റെ പേര് തന്നിട്ട് ഓപ്ഷനിൽ റിച്ചാർഡ് ജോൺ മെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉത്തരം കോളിൻ ക്യാമ്പൽ ആയിരിക്കും.
ഓക്കെ, കോളിൻ ക്യാമ്പൽ ഇല്ല, റിച്ചാർഡ് ജോൺ മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും. രണ്ടും തന്നിരുന്നാൽ ശരിക്കും റിച്ചാർഡ് ജോൺ മെയ്ഡ് ആണ് കീഴ്പ്പെടുത്തുന്നത്. പക്ഷേ നമ്മുടെ പല ടെക്സ്റ്റ് ബുക്കുകൾക്കകത്തും കോളിൻ ക്യാമ്പൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിച്ചാർഡ് ജോൺ മെയ്ഡ് ആണ് കറക്റ്റായിട്ട് ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. എങ്കിൽ ഇദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ പേരാണ് മാൻസിങ്. മാൻസിങ്ങിനെ പോലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ മാൻസിങ് ഒറ്റിക്കൊടുക്കുകയും അങ്ങനെ റിച്ചാർഡ് ജോൺ മെയ്ഡ് എന്ന് പറയുന്ന വ്യക്തി കീഴ്പ്പെടുത്തുകയും ഏപ്രിൽ 18, 1859 വർഷം മാറി, 87 മാറി 59 തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത വ്യക്തിയുടെ പേര് നമ്മൾ പഠിക്കാൻ പോകുന്നു. അസിമുള്ള ഖാൻ. വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മറ്റൊരു പ്രമുഖ നേതാവാണ് അസിമുള്ള ഖാൻ. അസിമുള്ള ഖാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ പ്രധാനമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററുമായിരുന്ന വ്യക്തിയാണ് അസിമുള്ള ഖാൻ എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ്ഡ് ആസ് ദ പ്രൊഫൻഡ് അംബാസിഡർ ആൻഡ് ക്രാന്തി ദൂത് ഓഫ് 1857 റിവോൾട്ട്. 1857 വിപ്ലവത്തിൻ്റെ പ്രൊഫൻഡ് പ്രവാചകൻ, അംബാസിഡർ, ക്രാന്തി ദൂത്. 1857 വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആര്? ഉത്തരം അസിമുള്ള ഖാൻ. 1857 വിപ്ലവത്തിൻ്റെ അംബാസിഡർ ആര്? ഉത്തരം അസിമുള്ള ഖാൻ. 1857 വിപ്ലവത്തിൻ്റെ ക്രാന്തി ദൂത് ആര്? ഉത്തരം അസിമുള്ള ഖാൻ. ഇദ്ദേഹം ആരായിരുന്നു? നാനാ സാഹിബിൻ്റെ പ്രൈം മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററുമായിരുന്ന വ്യക്തിയാണ് അസിമുള്ള ഖാൻ എന്ന് പറയുന്നത്. ഓതേഡ് ദ ബാറ്റിൽ സോങ് ഓഫ് 1857 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാറ്റിൽ സോങ്, വിപ്ലവ ഗാനം എഴുതിയതാണ്. ആ ഗാനത്തിന്റെ പേരാണ് ഹംസെ ഇസ്കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര. ഹംസെ ഇസ്കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്നത് 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെവല്യൂഷണറി സോങ് ആണ്. ഈ സോങ് എഴുതിയ വ്യക്തിയാണ് അസിമുള്ള ഖാൻ. ക്ലിയർ ആണേ? ഹംകെ ഇസ്കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന റെവല്യൂഷണറി സോങ് എഴുതിയ വ്യക്തി അസിമുള്ള ഖാനാണ്. എങ്കിൽ സ്ലോഗൻ ഭാരത് മാതാ കി ജയ് എന്ന ഒരു സ്ലോഗൻ്റെ ഓർഗനൈസർമാരാണ് അസിമുള്ള ഖാനാണ്. ഭാരത് മാതാ കി ജയ് എന്ന സ്ലോഗൻ്റെ ഓർഗനൈസറും ആര് തന്നെയാണ്? അസിമുള്ള ഖാൻ തന്നെയാണ്. വളരെ കുറച്ച് പോയിന്റുകളെ അസിമുള്ള ഖാനുമായിട്ടുള്ളൂ, എല്ലാം വളരെ സിമ്പിൾ പോയിന്റുകളാണ്. അടുത്തതിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. കൻവർ സിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. കൻവർ സിംഗ് ഹീസ് ആൾസോ നോൺ ആസ് ബാബു കുമാർ സിംഗ്. ബാബു കൻവർ സിംഗ്, ബാബു കുമാർ സിംഗ് അല്ല, ബാബു കൻവർ സിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കൻവർ സിംഗ് എന്നറിയപ്പെടുന്നത്. കൻവർ സിംഗ് ആണ്. ഫൈറ്റ് സെൻറ്റേഡ് ഇൻ ആര ആൻഡ് ജഗദീഷ്പൂർ ആൻഡ് ബീഹാർ. ആരയിലും ജഗദീഷ്പൂരിലും, ബീഹാറിലെ ജഗദീഷ്പൂരിലും ആരയിലും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ് കൻവർ സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പോരാടിയ സ്ഥലങ്ങളൊന്ന് പറഞ്ഞേ. ആര, ജഗദീഷ്പൂർ. ഓക്കെ, ഇദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് 1857 റിവോൾട്ട്. 1857 വിപ്ലവത്തിൻ്റെ ഗ്രാൻഡ് ഓൾഡ് മാൻ, വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. നോൺ ആസ് ദ ലയൺ ഓഫ് ബീഹാർ, ബീഹാർ സിംഹം എന്നൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് കൻവർ സിംഗ് അറിയപ്പെടുന്നുണ്ട്. കൻവർ സിംഗ് പോരാടിയ സ്ഥലങ്ങൾ മറക്കരുത്. ആരയിലും ജഗദീഷ്പൂരിലുമാണ് കൻവർ സിംഗ് പോരാടിയത്. ദ ഇംഗ്ലീഷ് മാൻ മേജർ വിൻസൻ അയർ ക്യാപ്ചേർഡ് ആൻഡ് സബ്ഡ്യൂഡ് ജഗദീഷ്പൂർ ആൻഡ് ഡിഫക്റ്റഡ് കൻവർ സിംഗ്. അപ്പോൾ ഈ ജഗദീഷ്പൂർ പിടിച്ചെടുക്കുകയും കൻവർ സിംഗിനെ പരാജയപ്പെടുത്തുകയും ചെയ്ത ഇംഗ്ലീഷുകാരനായ വ്യക്തിയാണ് മേജർ വിൻസൻ അയർ. അപ്പോൾ നമ്മുടെ കൻവർ സിംഗിനെ പിടികൂടിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേര് ചോദിച്ചാൽ മേജർ വിൻസൻ അയർ എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിൽ പല ആളുകളും, പല ഇന്ത്യക്കാരായിട്ടുള്ള പ്രമുഖ നേതാക്കന്മാർ വിപ്ലവം നടത്തുന്നു. പല സ്ഥലങ്ങളിൽ വിപ്ലവത്തെ അടിച്ചമർത്തുന്നത് പല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ എന്തായാലും ജഗദീഷ്പൂർ പിടിച്ചെടുക്കുകയും കൻവർ സിംഗിനെ തോൽപ്പിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് മേജർ വിൻസെൻ്റ് അയർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, നോക്കുക, ഇദ്ദേഹം മരിക്കുന്നത് 1858 ഏപ്രിൽ 26 ആര് മരിക്കുന്നത്? കൻവർ സിംഗ് മരിക്കുന്നത് 1858 ഏപ്രിൽ 26 ഓക്കെ, അപ്പോൾ കൻവർ സിംഗിനെ കുറിച്ചൊക്കെ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ഇതിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇദ്ദേഹം വിപ്ലവം നയിച്ച സ്ഥലങ്ങൾ പഠിക്കുക. ആലയിലും ജഗദീഷ്പൂരിലുമാണ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് 1857 റിവോൾട്ട് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ തോൽപ്പിച്ച വ്യക്തിയുടെ പേര് മേജർ വിൻസെൻ്റ് അയർ എന്നാണ്. മരിച്ചത് 58 ഏപ്രിൽ 26. ഡേറ്റ് ഉൾപ്പെടെ പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നു മൗലവി അഹമ്മദുള്ള.
ദംഗാ ഷാ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് മൗലവി മുഹമ്മദുള്ള. മൗലവി വിത്ത് എ ഡ്രം എന്നാണ് ഡംഗാ ഷായുടെ അർത്ഥം. മൗലവി വിത്ത് എ ഡ്രം എന്നറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഡംഗാ ഷാ എന്നറിയപ്പെട്ടിരുന്ന വിപ്ലവകാരിയാണ് മൗലവി അഹമ്മദുള്ള. ഡംഗാ ഷാ എന്നറിയപ്പെട്ടിരുന്ന വിപ്ലവകാരിയാണ് മൗലവി അഹമ്മദുള്ള. ദ റവല്യൂഷണറി ഹു ഡിക്ലെയർഡ് ജിഹാദ് എഗനിസ്റ്റ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ച, ജിഹാദ് മീൻസ് ഹോളി വാർ എന്നാണ്, വിശുദ്ധ യുദ്ധം എന്നാണ് ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ച വ്യക്തിയാണ് മൗലവി അഹമ്മദുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഡംഗാ ഷാ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഓക്കെ, ഇൻ ചിൻഹട്ട് ബാറ്റിൽ നടക്കുന്നത് ജൂൺ 30, 1857 ആണ്. അപ്പോൾ 1857 ജൂൺ 30 നടന്ന ചിൻഹട്ട് ബാറ്റിലിൽ ദ ആർമി ഇൻവോൾവിങ് മൗലവി മുഹമ്മദുള്ള ഡിഫക്റ്റഡ് ഹെൻറി ലോറൻസ് ഇംഗ്ലീഷ് ആർമി. ഹെൻറി ലോറൻസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ്റെ പട്ടാളത്തിനെ അല്ലെങ്കിൽ അയാളുടെ സൈന്യത്തിനെ ഈ ചിൻഹട്ട് യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? മൗലവി അഹമ്മദുള്ള ഇൻവോൾവ് ആയ ഒരു സൈന്യം തോൽപ്പിക്കുന്നു. മൗലവി അഹമ്മദുള്ള അല്ലായിരുന്നു അതിൻ്റെ ഹെഡ്. ആ തോൽപ്പിച്ച സൈന്യത്തിൻ്റെ നേതാവിൻ്റെ പേരാണ് ബർക്കത്ത് അഹമ്മദ്. അപ്പോൾ ബർക്കത്ത് അഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ 1857 ജൂൺ 30 ഹെൻറി ലോറൻസിൻ്റെ ഇംഗ്ലീഷ് സൈന്യത്തെ എന്ത് ചെയ്യുന്നു? ബർക്കത്ത് അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം തോൽപ്പിക്കുന്നു. ആ ബർക്കത്ത് അഹമ്മദിൻ്റെ സൈന്യത്തിൽ അംഗമായിരുന്ന വ്യക്തിയാണ് മൗലവി അഹമ്മദുള്ള. അപ്പോൾ ഇങ്ങനെ തോൽപ്പിച്ച യുദ്ധം അറിയപ്പെടുന്ന പേരാണ് ചിൻഹട്ട് ബാറ്റിൽ. ഓക്കെ, ചിൻഹട്ട് ബാറ്റിൽ ക്ലിയർ ആണേ. ഓക്കെ, ഇത്രയാണ് മൗലവി അഹമ്മദുള്ളായിട്ട് നമുക്ക് പറയാനുള്ളത്. നോൺ ആസ് ദ ലൈറ്റ് ഹൗസ് ഓഫ് റെവല്യൂഷൻ. ഈ റബലിയൻ്റെ ലൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? മൗലവി അഹമ്മദുള്ള തന്നെയാണ്. 1857 വിപ്ലവത്തിൻ്റെ ലൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്നത് മൗലവി അഹമ്മദുള്ളയാണ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യക്തി ബീഗം ഹസ്രത്ത് മകൾ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ബീഗം ഹസ്രത്ത് മകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബീഗം ഹസ്രത്ത് മകളിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവരെവിടുത്തെ ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ നമ്മുടെ ഔദിലെ ഭരണാധികാരിയുടെ ഭാര്യയായിരുന്നു. അപ്പോൾ ഔദ് വാസ് എ മേജർ സെൻറ്റർ ഓഫ് 1857 റിവോൾട്ട്. 1857 കലാപത്തിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഔദ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഔദ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായത്? അല്ലെങ്കിൽ ഔദ് ബ്രിട്ടീഷുകാർ തങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നയം സ്വീകരിച്ചതിൻ്റെ കാരണങ്ങൾ. ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊപ്പോണ്ടഡ് ദ ബ്രിട്ടീഷ് ടു അനക്സ് ഔദ്. ഔദ് തങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദ സോയിൽ ഓഫ് ഔദ് വാസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡിക്കോ കോട്ടൺ കൾട്ടിവേഷൻ. അപ്പോൾ ഇൻഡിക്കോ കൾട്ടിവേഷനും കോട്ടൺ കൾട്ടിവേഷനും വളരെ അനുയോജ്യമായ ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ മണ്ണായിരുന്നു ഔദിലേത് എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് ഔദ് തങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അടുത്തത്, ഔദ്സ് ലൊക്കേഷൻ വാസ് ഐഡിയൽ ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ മേജർ മാർക്കറ്റ് ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം സ്ഥാപിക്കുന്നതിന് പറ്റിയ ഒരു ലൊക്കേഷനായിരുന്നു ഔദിൻ്റേത്. അപ്പോൾ നോക്കുക, ഔദ് നല്ല ഇൻഡിക്കോ കൃഷി അതുപോലെ കോട്ടൺ കൾട്ടിവേഷനൊക്കെ പറ്റുന്ന രീതിയിലുള്ള മണ്ണ് ഉള്ള സ്ഥലമാണ്. കൂടാതെ നല്ല ഒരു മേജർ മാർക്കറ്റ് ആക്കാൻ പറ്റിയ ലൊക്കേഷനായിരുന്നു ഔദ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഔദ് തങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന് വളരെ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. Annexing Oudh was necessary to complete the process of imperial expansion that British started in Indian centuries ago with attack of Bengal. ബംഗാൾ ആക്രമിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമായിരുന്നു ഔദ് തങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ ബംഗാൾ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളും തങ്ങളോടൊപ്പം ചേർക്കുകയും അവരുടെ അധികാരം ഇവിടെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വന്ന ഒരു നെസസറി ഫാക്ടറായിരുന്നു ഔദ് എന്ന് പറയുന്ന പ്രദേശവും തങ്ങളോടൊപ്പം ചേർക്കണം എന്നുള്ളത്. അതിൻ്റെ റീസണാണ് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചത്. അപ്പോൾ ദ പ്ലേസ് വാസ് നോൺ ആസ് നഴ്സറി ഓഫ് ബ്രിട്ടീഷ് ആർമി ഓഫ് ബംഗാൾ. നഴ്സറി ഓഫ് ബ്രിട്ടീഷ് ആർമി ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന പ്രദേശം ഔദാണ്. ഓക്കെ, നോക്കുക, ഡൽഹൌസി സെഡ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹൌസി പറഞ്ഞതാണ്, ഔദ് ഈസ് എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് ഒൺ ഡേ. ഒരു ദിവസം ഞങ്ങളുടെ വായിൽ പതിക്കുന്ന ഒരു ചെറിയാണ് ഔദ് എന്ന ഒരു പരാമർശം നടത്തിയ വ്യക്തിയാണ് ഡൽഹൌസി പ്രഭു. അപ്പോൾ ഡൽഹൌസി പ്രഭു പറഞ്ഞതാണ്, ഔദ് ഈസ് എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് ഒൺ ഡേ. ഒരു ദിവസം ഞങ്ങളുടെ വായിൽ പതിക്കുന്ന ചെറിയാണ് ഔദ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡൽഹൌസി. എന്ന് പറഞ്ഞാൽ
ഔദ് എന്ന് പറയുന്ന പ്രദേശം തങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടീഷുകാർ പണ്ട് മുതലേ പ്ലാൻ ചെയ്തിരുന്നു. അവർക്ക് വളരെ അത്യാവശ്യമായിട്ട് തങ്ങളോടൊപ്പം ചേർക്കേണ്ട പ്രദേശമായിരുന്നു ഔദ്. അതുകൊണ്ടാണ് ഡൽഹൌസി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ഒരു ദിവസം ഞങ്ങളുടെ വായിൽ പഴുതിക്കുന്ന ചെറിപ്പഴമാണ് ഔദ് എന്ന് പറഞ്ഞത് ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, നോക്കുക. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന വ്യക്തി ആരാണ്? നമ്മുടെ ബീഗം ഹസ്രത് മകൾ എന്ന് പറഞ്ഞത്. ഷീ വാസ് ദ വൈഫ് ഓഫ് നവാബ് ഓഫ് ഔദ് വാജിദ് അലി ഷാ. ഈ ഔദിലെ ബ്രിട്ടീഷുകാർ എത്രത്തോളം കൊതിയോടെ കൂടി തങ്ങളോട് കൂട്ടിച്ചേർക്കാൻ നോക്കിയിരുന്ന ആ പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു വാജിദ് അലി ഷാ. ഔദിലെ നവാബാണ് വാജിദ് അലി ഷാ. ഈ വാജിദ് അലി ഷായുടെ പത്നിയായിരുന്നു ആര്? ബീഗം ഹസ്രത് മകൾ. ഓക്കെ, വാജിദ് അലി ഷായുടെ പത്നിയാണ് ബീഗം ഹസ്രത്ത് മകൾ. ഓക്കെ, ഒരു കഥ പോലെ പഠിച്ചിരിക്കുക. ഇവരുടെ യഥാർത്ഥ പേരായിരുന്നു മുഹമ്മദി ഖാനൂം. മുഹമ്മദി ഖാനൂം എന്നായിരുന്നു ബീഗം ഹസ്രത് മകളിൻ്റെ യഥാർത്ഥ പേര്. വാജിദ് അലി ഷായുടെ പത്നിയായിരുന്നു ഇവർ. ഓക്കെ, നോക്കുക. അപ്പോൾ ഔദ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. ആഫ്റ്റർ ബ്രിട്ടീഷ് എക്സൈൽഡ് വാജിദ് അലി ഷാ ടു കൊൽക്കത്ത. അപ്പോൾ ഔദ് പിടിച്ചെടുത്ത ശേഷം അവിടുത്തെ ഭരണാധികാരിയായ വാജിദ് അലി ഷായെ അവരെന്ത് ചെയ്യുന്നു? കൊൽക്കത്തയിലേക്ക് നാട് കടത്തുന്നു. സൈറ്റിംഗ് മിസ്ഗവേണൻസ്. അപ്പോൾ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ഔദ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കുറച്ച് ക്ലാസ്സുകളായിട്ട് പഠിക്കുകയാണ്. മിസ്ഗവേണൻസ് ആരോപിച്ചുകൊണ്ടാണ്. അപ്പോൾ ബീഗം ഹസ്രത് മകൾ ടുക്ക് ഓവർ ആൻഡ് ഫൈറ്റ് അഗൻസ്റ്റ് ബ്രിട്ടീഷ് സെൻറ്റേഡ് ഇൻ ഔദ് ആൻഡ് ലക്നൗ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഔദ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു അഭിമാന പ്രശ്നമായിട്ട് വരുന്നു, അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം നെസസറി ആയിരുന്നു. അവരെന്ത് ചെയ്യുന്നു? സൈറ്റിംഗ് മിസ്ഗവേണൻസ് ആരോപിച്ചുകൊണ്ട് ഔദ് പിടിച്ചെടുക്കുകയും അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള വാജിദ് അലി ഷായെ കൊൽക്കത്തയിലേക്ക് നാട് കടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം വാജിദ് അലി ഷായെ കൊൽക്കത്തയിലേക്ക് നാട് കടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനുശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ ആര് രംഗത്ത് വരുന്നു? അദ്ദേഹത്തിൻ്റെ പത്നിയായ ബീഗം ഹസ്രത്ത് മകൾ രംഗത്ത് വരുന്നു. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നു. അവർ പോരാടിയ സ്ഥലങ്ങൾ കൃത്യമായി പഠിക്കണം. ഒന്ന് ഔദും കൂടെ ലക്നൗ കൂടെ പഠിച്ചു വയ്ക്കുക. ഔദുവിലും ലക്നൌവിലും നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബീഗം ഹസ്രത്ത് മകൾ. ആഫ്റ്റർ ലൂസിംഗ് ദ പവർ ഷീ ഫെൽഡ് ടു നേപ്പാൾ. ഇത് പരാജയപ്പെട്ട പക്ഷേ അവരെങ്ങോട്ട് പോയി? നേപ്പാളിലേക്ക് പോയി. അപ്പോൾ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയെങ്കിലും വിജയിച്ചില്ല. അങ്ങനെ അവരുടെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. ശേഷം അവരെങ്ങോട്ട് പോയി? നേപ്പാളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കോളിൻ ക്യാമ്പൽ ക്യാപ്ചേർഡ് ഔദ് ആൻഡ് ലക്നൗ ആൻഡ് കാൺപൂർ. അപ്പോൾ ഔദ്, ലക്നൗ, കാൺപൂർ ഈ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത വ്യക്തിയാണ് കോളിൻ ക്യാമ്പൽ. നമ്മൾ കുറച്ച് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുകയുണ്ടായി. കോളിൻ ക്യാമ്പൽ. ഔദും ലക്നൌവും കാൺപൂറും പിടിച്ചെടുത്ത വ്യക്തിയാണ് കോളിൻ ക്യാമ്പൽ. ഔദ്, ലക്നൗ, കാൺപൂർ ഈ 3 പ്രദേശങ്ങളും പിടിച്ചെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കോളിൻ ക്യാമ്പൽ. ഓക്കെ, നോക്കുക. കേണൽ നെയിൽ അല്ലെങ്കിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് ജെയിംസ് ജോർജ് സ്മിത്ത് സ്നെയിൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ജെയിംസ് ജോർജ് സ്മിത്ത് നെയിൽ. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? സപ്രസ്ഡ് റിവോൾട്ട് ഇൻ അലഹാബാദ് ആൻഡ് വാരണസി. അലഹാബാദിലും വാരണസിയിലും വിപ്ലവം അടിച്ചെടുത്ത വ്യക്തിയുടെ പേരാണ് കേണൽ നെയിൽ. ഓക്കെ, അല്ലെങ്കിൽ ജോർജ് സ്മിത്ത് നെയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ജോർജ് സ്മിത്ത് എന്നൊക്കെ തന്നിരുന്നാലും അത് ആര് തന്നെയാണ്? ജോർജ് സ്മിത്ത് നെയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അലഹാബാദിലും വാരണസിയിലും വിപ്ലവം അടിച്ചമർത്തിയത്. നോക്കുക. ജോൺ നിക്കോൾസൺ ക്യാപ്ചർ ഡൽഹി പിടിച്ചെടുത്തത്, അല്ലെങ്കിൽ ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയ വ്യക്തിയുടെ പേരാണ് ജോൺ നിക്കോൾസൺ. അതുകൊണ്ട് ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് നോൺ ആസ് ദ ബഞ്ചർ ഓഫ് ഡൽഹി. ഡൽഹിയിലെ ബഞ്ചർ, കശാപ്പുകാരൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് ജോൺ നിക്കോൾസൺ. ഓക്കെ, ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ നിക്കോൾസൺ. ഇദ്ദേഹമാണ് ഡൽഹി പിടിച്ചെടുത്തത്. ഓക്കെ, നോക്കുക. ദ ഹിസ്റ്റോറിക്കലി ഫേമസ് പ്ലേസ് വെയർ ബഹദൂർ ഷാ സെക്കൻഡ് സറണ്ടേഡ് വാസ് ഹ്യൂമയോൺസ് ടോംബ്. ഹ്യൂമയോണിൻ്റെ ശവകുടത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബഹദൂർ ഷാ സെക്കൻഡിനെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സറണ്ടർ ആകുന്ന സ്ഥലമാണ് ഹ്യൂമയോൺസ് ടോംബ്. ഹ്യൂമയോണിൻ്റെ ശവകുടീരം അതും എവിടെ തന്നെയാണ്? ഡൽഹിയിൽ തന്നെയാണ്. ഡൽഹി പിടിച്ചെടുക്കുന്നത് ജോൺ നിക്കോൾസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ക്ലിയർ അല്ലേ? നോക്കുക. ബഹദൂർ ഷാ സെക്കൻഡ് സറണ്ടേഡ് ടു മേജർ വില്യം ഹോഡ്സൺ ഓൺ സെപ്റ്റംബർ 20, 1857. 1857 സെപ്റ്റംബർ 20 ബഹദൂർ ഷാ സെക്കൻഡ് എന്ത് ചെയ്യുന്നു? മേജർ വില്യം ഹോഡ്സൺ എന്ന് പറയുന്ന വ്യക്തിക്ക് മുമ്പിൽ സറണ്ടർ ആകപ്പെടുന്നു. ഹി വാസ് ട്രൈഡ് ആൻഡ് എക്സൈൽഡ് ടു റെങ്കൂൺ, ബർമ ഓൺ ഒക്ടോബർ 7, 1858. അപ്പോൾ 1857 സെപ്റ്റംബർ 20 ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയിൽ വെച്ചിട്ട്
പിടികൂടുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മേജർ വില്യം ഹോഡ്സന്റെ മുമ്പിൽ സറണ്ടർ ആകുന്നു. അപ്പോൾ സറണ്ടർ ആകുന്ന വ്യക്തിയുടെ പേര് വില്യം ഹോഡ്സന്റെ മുമ്പിലാണ്. ശേഷം അദ്ദേഹത്തെ വിചാരണ നടത്തുകയും ശേഷം റംഗൂണിലേക്ക്, ബർമയിലുള്ള റംഗൂണിലേക്ക് നാട് കടത്തുകയും ചെയ്യുന്നു. ബർമയിലേക്ക് അല്ലെങ്കിൽ റംഗൂണിലേക്ക് നാട് കടത്തിയത് ഒക്ടോബർ 7-നാണ്, 1858 ഒക്ടോബർ 7-നാണ്. അപ്പോൾ സെപ്റ്റംബർ 20-ന് പിടിക്കുന്നു, 57 സെപ്റ്റംബറിന് പിടിക്കുന്നു, ഒക്ടോബർ 7-ന് എന്ത് ചെയ്യുന്നു? റംഗൂണിലേക്ക് നാട് കടത്തുന്നു. Okay, the famous Urdu poet who witnessed the killing of ordinary peoples by British after they occupied Delhi and Mirza Gulabi. ഡൽഹി പ്രദേശം പിടിച്ചെടുത്ത ശേഷം ഈ സാധാരണ ആളുകളെ ബ്രിട്ടീഷുകാർ കൊന്നെടുക്കുന്നതിന് സാക്ഷിയായ ഉറുദു പോയറ്റിൻ്റെ പേരാണ് മിർസ ഗുലാബി. അപ്പോൾ മിർസു ഗുലാബി എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അദ്ദേഹം ഒരു ഉറുദു പോയറ്റാണ്. അദ്ദേഹം എന്ത് ചെയ്തു? 1887 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി പിടിച്ചെടുക്കുകയും ശേഷം സാധാരണ ആളുകളെ ബ്രിട്ടീഷുകാർ കൊന്നെടുക്കുകയും ചെയ്യുന്നതിന് സാക്ഷ്യം വഹിച്ച ഒരു ഉറുദു പോയറ്റാണ് മിർസ ഗുലാബി. അദ്ദേഹം ഒരു ഉറുദു പോയറ്റാണ് എന്നുകൂടി ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ ആണേ? ക്ലിയർ ആണ്? അപ്പോൾ നോക്കുക, ഝാൻസി റാണി കൊല്ലപ്പെട്ടു, നമ്മുടെ താന്തിയ തോപ്പി വധിച്ചു, നാനാ സാഹിബിനെ നാട് കടത്തി, ബഹദൂർ ഷാ സെക്കൻഡിനെ നാട് കടത്തി, ബീഗം ഹസ്രത് മഹലിന് നാട് വിട്ടു പോകേണ്ടി വന്നു. അപ്പോൾ വിപ്ലവം ശരിക്കും എന്തായി? പൂർണ്ണമായിട്ടും വിപ്ലവം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. വിപ്ലവം പൂർണ്ണമായിട്ട് വിജയിച്ചില്ല. 1887 വിപ്ലവം പല സ്ഥലങ്ങളിൽ പല പ്രോമിനൻ്റ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നുവെങ്കിലും പൂർണ്ണമായി വിജയം കൈവരിക്കാൻ 1857 വിപ്ലവത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ട് വിപ്ലവം വിജയിച്ചില്ല, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.